അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ 4 മീഡിയം സൈസ് സവാള, ഒരു 5 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, കുറച്ച് കായംപൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഈ സവാള നന്നായി ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതിലേക്ക് ഒന്ന് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം അത് നല്ല പോലെ നമ്മളതങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ സവാള നല്ലവണ്ണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് ഉപ്പ് പുരട്ടി വെക്കുകയാണെങ്കിൽ സവാള നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അത് നല്ലപോലെ പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം അങ്ങോട്ട് ഇറങ്ങി വരും. ആ വെള്ളമാണ് ഇപ്പോൾ ഈ പാത്രത്തിലുള്ളത്. അതിന് ശേഷം നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ച സവാളയിലേക്ക് കുറച്ച് ഇഞ്ചി, നമ്മൾ നേരത്തെ കണ്ട ഇഞ്ചി ഉണ്ടല്ലോ, അത് ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മുടെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കടലമാവും മുളക് പൊടിയും അതുപോലെ തന്നെ ഈ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂട്ടി നല്ല പോലെ തിരുമ്മി ഈ സവാളയിൽ യോജിപ്പിക്കുക. നല്ലോണം തിരുമ്മി വെക്കുമ്പോൾ എല്ലായിടത്തേക്കും ഒരേപോലെ നമുക്ക് ഈ മാവും സവാളയും കിട്ടണം. അതുപോലെ നമ്മൾ നല്ലപോലെ കൈ വെച്ച് തന്നെ തിരുമ്മണം. ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒന്നും തിരുമ്മിയാൽ നമുക്കിതുപോലെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ല പോലെ തിരുമ്മിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ കുറച്ച് കായംപൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല പോലെ ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ല കനം കുറച്ചിട്ടുള്ള വടകളാക്കിയിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്കിട്ട് വറുത്ത് കോരിയെടുത്താൽ നമ്മുടെ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ ഉള്ളിവട നമുക്ക് കിട്ടും. അത്രയും ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ചായ തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയില്ലേ, അത്രയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സവാള വട. സൂപ്പർ സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യല്ലേ, അടിപൊളിയായിട്ട് എല്ലാവർക്കും കിട്ടും. ഓക്കേ.